ഈ വീട്ടിൽ താമസിക്കുമ്പോ ഇവിടെ ഉണ്ടാക്കുന്ന ഭക്ഷണമൊക്കെ ചിലപ്പോൾ കഴിക്കേണ്ടി വരും. ഇവിടെ താമസിക്കാൻ നല്ല മനസ്സുള്ളവർ മാത്രം ഇവിടെ നിന്നാ മതി. കാലണയുടെ മുതലില്ല നിങ്ങക്ക്. അത് നേരത്തെ പല പ്രാവശ്യം അങ്ങനെ പറഞ്ഞതാ. പക്ഷേ ഇന്ന് വളരെ വ്യക്തമായിട്ട് അയാൾ കാര്യങ്ങൾ പറയുകയും ചെയ്തു. അയാളുടെ മേൽക്കോയ്മ സഹിച്ചോണ്ട് ഇനി ഇവിടെ കടിച്ചു തൂങ്ങാൻ പറ്റില്ല. ഭാര്യ വീട്ടുകാരുടെ സമ്പത്തിൽ കണ്ണും നട്ടാണോ നീ എന്റെ മോളെ പെണ്ണ് കാണാൻ വന്നത്? അച്ഛനെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ആരായാലും ഇങ്ങനെയൊക്കെ സംസാരിച്ചു പോവില്ലേ ഉണ്ണിക്കുട്ട? കല്യാണം കഴിഞ്ഞ ശേഷം ദേ എന്റെ ഈ കുഞ്ഞ് മനസമാധാനം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. മോളിപ്പോ 2 ജീവനും കൊണ്ടാ നടക്കുന്നത്. ഒന്ന് മോളുടെ ജീവൻ, പിന്നെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ ജീവൻ. ആ സമയത്ത് പോലും എന്റെ കുഞ്ഞിനെ ഒന്ന് കരയിക്കാതിരിക്കാൻ നിനക്ക് കഴിയുന്നില്ലെങ്കിലേ പിന്നെ എന്ത് വിശ്വാസത്തിന്റെ പുറത്താ ഞങ്ങൾ നിനക്കൊപ്പം ഇവിടെ പറഞ്ഞു വിടുന്നേ? ഉണ്ണിക്കുട്ട, അവൻ വലിയ സ്വത്തുകാരനായിരിക്കും, നിന്റെ ഏട്ടൻ ആയിക്കോട്ടെ. എന്ന് വെച്ച് അവൻ മോളെ കൊച്ചാക്കി സംസാരിക്കുമ്പോ അവന്റെ നേരെ നിന്നിട്ട് നീ ഒന്ന് സംസാരിക്കെങ്കിലും ചെയ്തിരുന്നെങ്കിൽ എന്റെ മോൾക്ക് ഇത്തിരി ആശ്വാസം കിട്ടിയേനെ. ഇപ്പൊ അതും ഇല്ല. ആണുങ്ങളുടെ നട്ടല്ലേ ഇങ്ങനെ വളഞ്ഞിരുന്ന പെൺകുട്ടികളുടെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോകും മരുമോനെ. പിന്നെ അത്തരം ആണിനെ ഒരു പെണ്ണും അംഗീകരിച്ചെന്ന് വരില്ല. അതുകൊണ്ട് നിന്റെ നട്ടലിന് ഉറപ്പുണ്ടെന്ന് നീ തെളിയിക്കണം. അങ്ങനെ തെളിയിച്ചെങ്കിൽ മാത്രമേ ഇനി നിനക്കൊപ്പം മോളെ പറഞ്ഞു വിടാൻ ഞങ്ങൾക്കൊക്കെ ഒരു ധൈര്യം കിട്ടത്തുള്ളൂ. എനിക്ക് ഉണ്ണിയേട്ടനോട് വെറുപ്പൊന്നുമില്ല. പക്ഷേ വീൽ ചെയറിൽ സഞ്ചരിക്കുന്ന ഒരാളിന്റെ മുന്നിൽ തല താഴ്ത്തി നിൽക്കുന്ന എന്റെ ഭർത്താവിനെ എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ആരെന്ത് പറഞ്ഞാലും ശരി, അത് സഹിക്കാനും സമ്മതിച്ചു തരാനും എനിക്ക് പറ്റില്ല. ഉണ്ണി ഏതായാലും ഇപ്പൊ പൊയ്ക്കോ. മോളൊന്ന് മയപ്പെട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവളെ അങ്ങോട്ട് പറഞ്ഞുവിടാൻ നോക്കാം. അല്ല ഉണ്ണിക്കുട്ട, നീ എത്ര വരെയാ പഠിച്ചേ? ഡിഗ്രി കഴിഞ്ഞിട്ട് വേറെ ഏതാണ്ടൊക്കെ പഠിച്ചെന്ന് പറഞ്ഞായിരുന്നല്ലോ. MBA ഒക്കെ കഴിഞ്ഞതല്ലേ ഉണ്ണി? അതെ. ഓ, അങ്ങനെയെങ്കിൽ നിനക്ക് ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ജോലി സംഘടിപ്പിച്ചുകൂടായിരുന്നോ ഉണ്ണിക്കുട്ട? വെറുതെ ഏട്ടന്റെ തണലിൽ വില കളഞ്ഞ് ജീവിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഞങ്ങൾ തരാനുള്ളത് എന്താണെന്ന് വെച്ചാ ഞങ്ങളുടെ മോക്കും മരുമോനും തരും. ഇനി അതിനു മുമ്പ് മരുമോൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് ഞങ്ങൾക്കൂടെ തോന്നട്ടെ. ഒരുത്തി ഇതൊക്കെ കണ്ടിട്ട് ഇപ്പൊ പൊട്ടി പൊട്ടി ചിരിക്കുന്നുണ്ടായിരിക്കും ഇവിടുത്തെ അടിച്ചുതളിക്കാരിയായി ജീവിച്ചിരുന്നവള്. അന്നത്തെ അടിച്ചുകളിക്കാരി ഇപ്പോഴത്തെ കൊച്ചമ്മയാണമ്മേ. ഓ, അച്ഛമ്മ. ഞാൻ പോയിട്ട് വരാം. പിന്നെ അച്ഛനും മുത്തശ്ശിയൊക്കെ എന്നെ കുറ്റപ്പെടുത്തുമ്പോ നിങ്ങൾക്കൊക്കെ സംഭവിച്ച തെറ്റ് നിങ്ങളാരും മറന്നു പോരുത്. എടാ പ്രതാപ, ഇവൻ എന്താ ഈ പറയുന്നത്? കല്യാണം വേണ്ടെന്ന് പറഞ്ഞ എന്റെ ഏട്ടന്റെ തലയിൽ ഈ വീട്ടിൽ അടിച്ചു തളിക്കാരെ കെട്ടിവെച്ചത് നിങ്ങളെല്ലാം കൂടിയാ. ആ സമയത്ത് അവരെ അടിമയെ പോലെ ജീവിക്കുമെന്നാണ് എന്റെ അമ്മാവനും അച്ഛനും ഒക്കെ പറഞ്ഞത്. എന്നാ കല്യാണം കഴിഞ്ഞതോടെ അവരെ അവസരം മുതലാക്കി. ഇന്ന് കണ്ണേട്ടന്റെ സ്പന്ദനം പോലും അവരാ. അവർക്ക് വേണ്ടി എന്റെ ഏട്ടനിപ്പോ മരിക്കും. അതാ അവസ്ഥ. അങ്ങനെ ഒരു സാഹചര്യം ഒരുക്കിയതില് നിങ്ങൾക്കൊക്കെയുള്ള പങ്ക് മറന്നിട്ട് ആരും സംസാരിക്കരുത്. പ്രതാപ, അവൻ പറഞ്ഞതേ 100% സത്യവാ. പിന്നെ നമുക്കതിന് മറുപടി പറയാൻ പറ്റുമോടാ? നമ്മൾ നമ്മുടെ കുഞ്ഞും തോറ്റുപോയല്ലോ അമ്മേ. ഇപ്പോഴും ജയം അവൾക്കൊപ്പം നിൽക്കുക.
എവിടെ? അയാളും അയാളുടെ ഭാര്യയും. അവർക്കൊരു സന്തോഷ വാർത്തയുണ്ട്, കേൾപ്പിച്ചു കൊടുക്കാൻ ഞാൻ എന്റെ നാവിന്ന് തന്നെ. എത്തിയല്ലോ. അവിടുന്ന് വിളി വന്നായിരുന്നോ? നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വിളിച്ചായിരുന്നോ? എന്നെ ആരും വിളിച്ചില്ല. കണ്ണേട്ടന്റെ കറുത്ത കോട്ട് ഇപ്പോഴും ഷെൽഫിന്റെ അകത്ത് ഭദ്രമായിട്ടുണ്ടല്ലോ. അതൊന്നെടുത്ത് അണിയണം. വേറൊന്നിനുമല്ല, ഉടനെ ഒരു ഡിവോഴ്സ് നടക്കും. എന്റെ ഭാര്യ മിക്കവാറും എന്നെ വിട്ടു കളഞ്ഞിട്ട് പോവാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ ഏട്ടൻ തന്നെ അത് മുന്നിൽ നിന്ന് നടത്തി തരണം. ഭാര്യയുടെ അഹങ്കാരത്തെ അംഗീകരിച്ചുകൊണ്ട് അടിമയായിട്ട് ജീവിക്കുന്നതിലും നല്ലത് അവളുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുന്ന. എന്ന് വെച്ചാ എന്റെ മോൻ എന്റെ മരുമോളുമായിട്ടുള്ള ബന്ധം പിരിയണം. എന്നിട്ട് നിനക്ക് ഇവളുമായിട്ട് സുഖിച്ച് ജീവിക്കാൻ വേണം അല്ലേ? ഒരു ദാമ്പത്യത്തിൽ സുഖം കണ്ടെത്തുന്നത് ഭാര്യയും ഭർത്താവും ഒന്നിച്ച. അതിന് കഴിയാതെ വന്ന ആ ബന്ധം അധികം നാൾ നീണ്ടുപോവില്ല. ഇപ്പൊ ഇവരുടെ ഇടയിലെ കല്ലുകടി ഞാനും ഇയാളുവാ. ഞങ്ങൾ ഒഴിഞ്ഞു പോയാലും അവിടെ കൊണ്ട് തീരത്തില്ല ഈ പ്രശ്നങ്ങളൊന്നും. സ്വന്തം നേട്ടത്തിൽ തൃപ്തി കണ്ടെത്താതെ അന്യന്റെ ഉയർച്ച നേട്ടമൊക്കെ സ്വന്തം പരാജയമാണെന്ന് ചിന്തിക്കുന്ന ഒരാണും പെണ്ണും ദാമ്പത്യത്തിലെന്നല്ല ജീവിതത്തിലും വിജയിക്കാൻ പോകുന്നില്ല. കരുണയുടെ അച്ഛൻ ആ വീട്ടിലെ 2 പെൺമക്കളെ ഇങ്ങോട്ട് കെട്ടിച്ചയച്ചപ്പോ ഇവർ ഈ വീട്ടിൽ നിന്ന് പോയാലും എന്റെ ഭാര്യ ഇവിടെ കാണുമെന്നായിരുന്നു അവരുടെയൊക്കെ ധാരണ. എന്നാലിപ്പോ സ്ഥിരമായിട്ട് ഇവരുടെ വീട്ടിൽ നിൽക്കാൻ പോകുന്നത് കരുണയാ. നിങ്ങൾക്ക് സന്തോഷമായല്ലോ. നിങ്ങൾ വെറുക്കുന്ന ഓരോരുത്തരും 1 by 1 ആയിട്ട് പൊടിയിറങ്ങി പോവേല്ലേ? അവള് പടിയിറങ്ങി പോയെങ്കില് അത് അവളുടെ അഹങ്കാരം കൊണ്ടാ. കണ്ണേട്ട അത് മാത്രം പറയരുത്. കണ്ണേട്ടന്റെ സംസാരാണ് അവളെ ഈ വീട്ടിൽ നിന്ന് പോവാൻ പ്രേരിപ്പിച്ചത്. അതുപോലെ തന്നെ ഇവരുടെ പ്രവൃത്തി. എടാ, അവൾക്ക് ഈ വീട്ടിൽ താമസിക്കാനല്ലേ പ്രയാസം. വേറൊരു വീടെടുത്ത് അവിടെ താമസിക്കാൻ ഞാൻ പറഞ്ഞാണല്ലോ. അത് മാത്രമല്ല ഏട്ടൻ പറഞ്ഞത്. ഞാൻ പാപ്പരാണെന്ന് പറഞ്ഞു, ഏട്ടന്റെ ശമ്പളക്കാരനാണെന്ന് പറഞ്ഞു. എനിക്ക് ഏട്ടന്റെ ബിസിനസ്സിലും സ്വത്തിലും ഒന്നും അധികാരമില്ലെന്ന് പറഞ്ഞു. അതൊക്കെ കേട്ട് കഴിഞ്ഞാ ആരാണ് ഒരു വീട്ടിനകത്ത് കടിച്ചു തൂങ്ങി നിൽക്കുന്നത്? ഒരു ഭാര്യയ്ക്ക് ഒരു ഭർത്താവിന് വിശ്വാസം വേണം. ആ വിശ്വാസ നിങ്ങൾ തല്ലി തകർത്തെ. നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ ഭാര്യയൊത്ത് ശാന്തമായൊരു ജീവിതം. അതിനിടയിൽ ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആരും ഇവിടെ നിൽക്കുന്ന ഇവർക്ക് ഇഷ്ടമല്ല. കണ്ണേട്ടൻ പറയുകയാണെങ്കിൽ നാളെ ഈ വീട്ടിൽ നിന്ന് മാറി താമസിക്കാൻ ഞാൻ ഒരുക്കാം. ഇത്തരം സംസാരങ്ങള് താൻ നിർത്തിക്കോണം. ഈ വീട്ടിൽ നിന്ന് നമ്മൾ മാറിപ്പോകേണ്ട കാര്യമൊന്നുമില്ല. ഇത് നമ്മുടെ വീടാണ്. അങ്ങനെ ഒരു അധികാരഭ്രമമൊന്നും എനിക്കില്ല. ഇതെല്ലാവരുടെയും വീടായി കരുതി എല്ലാവർക്കും ഒത്തൊരുമയോടെ ഇവിടെ കഴിയാം. എന്നാ സംസാരത്തിന്റെ ലെവൽ മാറുമ്പോഴാ എനിക്ക് നിലമറന്ന് സംസാരിക്കേണ്ടി വരുന്നത്. നിങ്ങൾക്ക് രണ്ടാൾക്കും കോംപ്ലക്സാ. ഇവർക്ക് വീൽ ചെയറിലായി ഏട്ടനെ കല്യാണം കഴിച്ചതിന്റെ കോംപ്ലക്സ്. അമ്മയാവാൻ കഴിയാത്തതിന്റെ തീർത്താൽ തീരാത്ത വേദന. ഇയാൾക്കാണെങ്കിലോ ഒരു ഭർത്താവിന്റെ കടമകൾ ചെയ്യാനും കഴിയുന്നില്ല. അതിൽ നിന്ന് ഉടലെടുത്തതാ ഈ വഴക്കൊക്കെ. എനിക്ക് ഇവിടുന്ന് എഴുന്നേക്കാൻ കഴിഞ്ഞെങ്കിൽ നിന്റെ കർണം ഞാൻ അടിച്ച് പൊട്ടിച്ചാനെ. അടിക്ക്. ഞാൻ വേണമെങ്കിൽ മുഖം കുനിച്ചു തരാം. ഇനി അതുകൂടെ ബാക്കിയുള്ളൂ. ഉണ്ണി, ഉണ്ണി ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ രണ്ടുപേരും പെണ്ണ് കാണാൻ വന്ന അന്ന് തന്നെ കണ്ണേട്ടന്റെ ജീവിതത്തിലേക്ക് വരാൻ തയ്യാറായവളാ ഞാൻ. കണ്ണേട്ടൻ വേണ്ടെന്ന് പറഞ്ഞെങ്കിലും
ഞാൻ ആ ബന്ധത്തിൽ ഉറച്ചു നിന്നത്. അത് നിങ്ങളുടെ അത്യാഗ്രഹം കൊണ്ടാ. കമലേശ്വരൻ തറവാട്ടുകാർക്ക് എന്തുമാത്രം സ്വത്തുണ്ടെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. പിന്നല്ലാതെ ഇവളെ പുണ്യാളത്തിയാവാൻ നോക്കുക. നിർത്ത്. നീ ഇപ്പൊ പറഞ്ഞല്ലോ ഞങ്ങൾക്കെല്ലാം കോംപ്ലക്സ് ആണെന്ന്. അതെ, അങ്ങനെ തന്നെയാ. നിന്നോടും നിന്റെ ഭാര്യയോടും തീർത്താ തീരാത്ത അസൂയുണ്ട് ഞങ്ങൾക്ക്. നീ നിന്റെ അമ്മയും പെങ്ങളും അങ്ങനെയാണ് ചിന്തിക്കുന്നെങ്കിൽ അത് തിരുത്താൻ ഞാനില്ല. ഒന്നും തിരുത്തിന്റെ വിശേഷമൊന്നുമില്ല. നിങ്ങളുടെ മനസ്സിലുള്ളതാ ഞാൻ പറഞ്ഞത്. ഇത്രയും കാലം നിങ്ങളുടെ വീൽ ചെയർ തള്ളാൻ ഈ ഞാൻ വേണമായിരുന്നു, മേഘേട്ടൻ വേണമായിരുന്നു. ഒരു ഭാര്യ വന്ന് കയറിയതോടെ ഞങ്ങളുടെ ഒന്നും സഹായം നിങ്ങൾക്ക് ആവശ്യമില്ലാതായി. അതോടെ ഞങ്ങളൊക്കെ നിങ്ങൾക്കൊരു ഭാരമായി, ബുദ്ധിമുട്ടായി. ഇനി നീ ഇവിടെ ഒന്ന് സംസാരിച്ചാ ഞാൻ തറപ്പിച്ചൊരു തീരുമാനം എടുക്കും. നീ ഈ വീടിനകത്തേക്ക് കയറണ്ടെന്ന്. ഇനി കയറിയില്ലെങ്കിൽ എനിക്ക് ഒരു പ്രശ്നമില്ലടോ. രണ്ടും കൽപ്പിച്ചാ ഞാനും നടക്കുന്നത്. പുറത്തെങ്കിൽ പുറത്ത്. എന്നാലും തന്നെ പോലെ ഒരാളുടെ ചെലവിൽ കഴിയുന്നതിനേക്കാളും നല്ലത് തെരുവി കഴിയുന്നതാ, നായ്ക്കളെ പോലെ. എടാ, ഇത്രയും നാള് നീ പറയാതെ തന്നെയാ ഞാൻ നിന്റെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരുന്നത്. നിനക്ക് ശമ്പളം മാത്രമല്ല, നീ ചെയ്ത പണിയിൽ ഗ്രോത്ത് ഉണ്ടാവുമ്പോഴൊക്കെ അതിന്റെ ഇൻസെന്റീവ് ഞാൻ നിനക്ക് തന്നിട്ടുണ്ട്. നിന്റെ വിദ്യാഭ്യാസ യോഗ്യത വെച്ച് നിനക്കൊരു ജോലി കിട്ടിയാൽ ആ ജോലിയിൽ നിന്ന് കിട്ടാവുന്ന ശമ്പളത്തിന്റെ ഇരട്ടിയാണ് ഞാൻ നിനക്ക് തന്നിട്ടുള്ളത്. അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നല്ല പണി ചെയ്തിട്ടുണ്ട്, കമ്പനിയെ സേവിച്ചിട്ടുണ്ട്. ഞാൻ നിന്നേന്നല്ല, ആരെ ജോലിക്ക് വെച്ചാലും അത് കമ്പനിയെ സേവിക്കാൻ തന്നെയാ, അല്ലാതെ നോവിക്കാനല്ല. ദേ, ഇതുപോലുള്ള കണക്ക് പറച്ചില്ലേ ഇതിനു മുമ്പ് ഇവിടെ ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോ ഓരോ കാര്യത്തിനും കണക്ക് പറച്ചിലും ഉണ്ടാവുമേ. അതിനു വേണ്ടിയിട്ട് ചെയ്യാവുന്ന പണിയൊക്കെ ചിലര് ചെയ്യുന്നുണ്ട്. അതെ, അങ്ങനെ ചെയ്യുന്നതിനാണ് ഇവർക്ക് കമ്പനിയിൽ ഒരു ക്യാബിൻ ഒഴിച്ചിട്ട് കൊടുത്തിരിക്കുന്നത്. വിവാഹം ചെയ്തു കഴിഞ്ഞാ ഏതൊരാണിന്റെയും സ്വത്തിന്റെ തുല്യ അവകാശം എന്ന് പറയുന്നത് അയാളുടെ ഭാര്യ, പിന്നെ മക്കളും. ഞാനും അത്രേ ചെയ്തിട്ടുള്ളൂ. ചെയ്തതിനെ കുറിച്ചൊന്നും നിങ്ങൾ കൂടുതൽ സംസാരിക്കണ്ട. ഇവരെ അർദ്ധരാത്രി ഗുണ്ടകൾ തട്ടിക്കൊണ്ടു പോയെന്നാ പറയുന്നത്. എന്നിട്ട് ഒരു കേടുപാടും കൂടാതെ നേരെ വെളുത്തപ്പോ തിരിച്ചു പോന്നു. എന്നിട്ട് അതിന്റെ പഴി കരുണയുടെ അച്ഛന്റെ തലയിലായി. ഇവര് എല്ലാരും ഉറങ്ങിക്കിടന്ന സമയത്ത് ആരെങ്കിലും ഒപ്പം ചുറ്റിക്കറങ്ങാൻ പോയതാണെങ്കിലോ, എന്നിട്ട് മടങ്ങി വന്നാണെങ്കിലോ? അങ്ങനെയാണെങ്കിലേ ഇവള് ഉടനെ വിശേഷം അറിയിക്കും. മിണ്ടരുത്. ഇനി കൂടുതൽ സംസാരിച്ചാ നടന്നത് എന്താണെന്ന് നിങ്ങളൊക്കെ അറിയും. അത് ഞാൻ തെളിയിക്കും, പോലീസിന്റെ സഹായത്തോടെ. ഏട്ടന്റെ കയ്യിൽ കോടികളുണ്ടല്ലോ, അതിന്ന് കുറച്ച് കൊടുത്താ മതി. പിന്നെ പോലീസിനെ കൊണ്ട് കാര്യങ്ങൾ വളച്ചൊടിപ്പിക്കാൻ നിസ്സാരവാ. എന്റെ ഭാര്യയെക്കുറിച്ച് അനാവശ്യങ്ങൾ പറഞ്ഞിട്ട് ഇവിടെ കടിച്ചു തൂങ്ങാന്ന് നീ കരുതരുത്. ഇല്ല, കടിച്ചു തൂങ്ങുന്നില്ല. ഞാൻ എന്റെ പാട് നോക്കി പോയേക്കാം. പക്ഷേ ഒരു കാര്യം താൻ ഓർത്തോ, പണത്തിന് വേണ്ടി മാത്രം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന ഇവരുണ്ടല്ലോ, നിങ്ങൾ ഒരുപാട് കരയിക്കും. നേരത്തെ പറഞ്ഞതുപോലെ ഒരു ദിവസം അന്യന്റെ കുഞ്ഞിനെ കൊണ്ട് ഇവർ അച്ഛാന്ന് വിളിപ്പിക്കുകയും ചെയ്യും. നിർത്തടാ. ഇന്ന് വരെ കൈ നിവർത്തി ഞാൻ അടിച്ചിട്ടുള്ളത് ഒരുത്തരെ മാത്ര, നിന്റെ അമ്മാവന്റെ മോനെ. ഇനി രണ്ടാമതെനിക്ക് കൈവെക്കേണ്ടി വരുന്നത് നിന്റെ കാരണത്താവരുത്. അതെന്നെ കൊണ്ട് ചെയ്യിക്കരുത്. നീ ഇവനെ തല്ലുപൊടി. ഇപ്പൊ പറഞ്ഞതുപോലെ ഇവൻ പറഞ്ഞു നോക്കട്ടെ, എങ്കിൽ ഉറപ്പായിട്ടും ഇവന്റെ കരണത്ത് എന്റെ കൈയുടെ പാടുണ്ടാവും.
നിങ്ങൾ അനുഭവിക്കണോ? ജീവിതം ജീവിച്ചു തീർക്കാൻ ഒരുപാട് പാടുപെടും. ഇവര് കാരണം മനസ്സ് നൊന്ന് കരയുന്ന നീറി നീറി കഴിയുന്ന നിങ്ങളെ ഞങ്ങൾ എല്ലാവരും കാണും. അന്നേ സഹോദരങ്ങളുടെ അമ്മയുടെ വില തനിക്ക് മനസ്സിലാവും. തല്ലൂന്ന് പറയാതെ താൻ അവനെ തല്ലാതിരുന്നത് വലിയ തെറ്റായിപ്പോയി. ഒരു കുടുംബം തല്ലി പിരിച്ചപ്പോ അനിയനെയും ചേട്ടനെയും തമ്മിൽ അകറ്റിയപ്പോ നിനക്ക് സമാധാനമായില്ലേ? ഇനി ഓരോന്ന് ഓതി കൊടുക്ക, എന്നിട്ട് ഞങ്ങളെല്ലാം പുറത്താക്ക്. എന്നിട്ട് ഈ വലിയ വീടിനകത്ത് നിങ്ങളും ഏട്ടനും കൂടെ ജീവിക്കും. അങ്ങനെ ജീവിക്കുമ്പോഴും നിങ്ങൾ രണ്ടാളും മാത്രമേ എന്നും ഉണ്ടാവുള്ളൂ. നിനക്ക് ലാളിക്കാൻ ഇവന്റേതെന്ന് പറഞ്ഞ ഒരു കുഞ്ഞ് ഈ ജന്മം ഉണ്ടാവാൻ പോകുന്നില്ല. ഇനി അഥവാ ഉണ്ടാവുകയാണെങ്കിൽ അത് ഉണ്ണി പറഞ്ഞതുപോലെ ഒരു കുഞ്ഞായിരിക്കും. അമ്മയായി പോയി. അതുകൊണ്ട് എനിക്കിതിന് മറുപടി പറയാൻ പറ്റുന്നില്ല. അതെ, പറയടാ, പറ. നോക്കിക്കോ നീ, ഒരു ദിവസം ദേ ഇവളും ഇവളുടെ ജാരനും കൂടെ നിന്നെ ഇതിനകത്തിട്ട് കത്തിക്കും, ഈ വീട് ഉൾപ്പെടെ. അതാ നിന്റെ കുടുംബ ജീവിതത്തിന്റെ കലാശക്കൊട്ട്. ഇനി താൻ സങ്കടപ്പെടണ്ട. അഹങ്കാരം കൊണ്ട് നിലത്തിക്കാൻ കഴിയാത്തവര് അവരുടെ പാട്ടിന് പോട്ടെ. ഇനിയിപ്പോ ഒരുത്ത ഇവിടെ നിന്ന് എന്നെ വേദനിപ്പിച്ചിട്ട് പോയല്ലോ, അതിനുള്ള ശിക്ഷ അവന് കിട്ടിക്കോളും. കാരണം ഇന്ന് ഈ നിമിഷം വരെ ജീവിക്കാൻ അവൻ പാടുപെട്ടിട്ടില്ല. അവന്റെ ആവശ്യങ്ങൾക്ക് ആരുടെ മുമ്പിലും കൈ നീട്ടേണ്ടി വന്നിട്ടില്ല. എല്ലാം കണ്ടറിഞ്ഞ് ചെയ്തവനാ ഞാൻ. അങ്ങനെയുള്ള എന്നോടാ അവൻ ഈ രീതിയിലൊക്കെ കൈ ചൂണ്ടി സംസാരിച്ചിട്ട് പോയത്. അതിനുള്ള മറുപടി മുകളിൽ ഒരാൾ കൊടുത്തോളും. ഇത്രയും നാളും നീ നിന്റെ കുടുംബത്തെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. അപ്പോഴൊക്കെ നിനക്ക് സ്നേഹം തരുന്നതായിട്ട് അവർ അഭിനയിക്കായിരുന്നു. ഇപ്പൊ ഇതൊക്കെ ഇല്ലാതായത് നീ കല്യാണം കഴിച്ചോണ്ട് മാത്രം. അതുകൊണ്ട് യഥാർത്ഥ സ്നേഹം ആരൊക്കെ നിനക്ക് തരുന്നു എന്ന് നിനക്ക് മനസ്സിലാക്കാൻ പറ്റും. കുടുംബത്തിലുള്ളവരുടെ ആത്മാർത്ഥതയും തിരിച്ചറിയാൻ പറ്റും. എങ്കിലും മനസ്സമാധാനം പോയടാ. മുമ്പൊരിക്കലും വീടിനകത്ത് ഇങ്ങനെ തല്ലുമഴക്കൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പൊ ഏതു നേരം തർക്കങ്ങൾ മാത്രം. വാശിയും വൈരാഗ്യം അത്യാഗ്രഹം ഉള്ളൊരുത്തിയ കരുണ. അവൾ അതേ രീതിയിൽ ജീവിക്കുന്നവർക്കൊപ്പം കൂടിയതോടെ കുടുംബം ശിഥിലമായെന്ന് വേണമെങ്കിൽ പറയാം. കണ്ണേട്ടൻ ഇനി തോമസ് വൈദ്യന്റെ ഹോസ്പിറ്റലിലേക്ക് പോവാൻ പോവല്ലേ? കുറച്ചു ദിവസം അവിടെ പോയി താമസിക്കുക. അതോടെ ഇതിനൊക്കെ ഒരു മാറ്റം വരും. ഞാനും അങ്ങനെ തന്നെയാ പറയുന്നേ. കണ്ണ, നിന്റെ തറവാട്ടിലിപ്പം നിന്നെ സ്നേഹിക്കാൻ മഹി മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരുടെയും നയം എന്താണെന്ന് വ്യക്തമായി കഴിഞ്ഞു. പിന്നെ നിന്റെ വിവാഹത്തിന് മുമ്പും ശേഷവും നീ പറയാനുള്ളതൊക്കെ
എല്ലാവരുടെയും മുഖത്തൊക്കെ പറയാറുണ്ട്. അതാണ് ഇവിടെ പലർക്കും രസിക്കാതെ വന്നത്. നീ അതൊന്നും കാര്യമാക്കണ്ട. അതുപോലെ തന്നെ മഹിയോട് ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട്. പിണങ്ങിപ്പോയവളെ തിരികെ കൊണ്ടുവരേണ്ട കടമയൊന്നും മഹിക്കില്ല. അങ്ങനെ കൊണ്ടുവന്നിട്ടും കാര്യമില്ല. ശരി അനന്തോട്ടം പറഞ്ഞത്. ജീവിതത്തിൽ ഒരിക്കലും ചേച്ചി മനസ്സിലാക്കാത്ത അനിയത്തിയ കരുണ. അവൾ അവളുടെ തെറ്റുകൾ മനസ്സിലാക്കി തിരികെ വരട്ടെ. പിന്നാലെ ചെന്ന് കൈയും കാലും പിടിച്ച് തിരികെ കൊണ്ടുവന്ന പിന്നെ കൂടുതൽ വേദനിക്കേണ്ടി വരുന്നത് മഹി തന്നെയായിരിക്കും. ഒരു ചക്രവ്യൂഹത്തിൽ അകപ്പെട്ടു പോയതുപോലെയാ ഞങ്ങള്. മഞ്ജു മേഘനെ വിവാഹം കഴിക്കുകയാണെങ്കിൽ ഞാൻ ആ വിവാഹത്തിൽ സഹകരിക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടെ അമ്മയുടെ അമ്മാവന്റെ സ്ഥാനത്ത് നിൽക്കുന്നവരുടെ ശത്രുത കൂടി. ഞാൻ പറഞ്ഞത് ആത്മാർത്ഥമായിട്ട് തന്നെയാ. ഒരു കാരണവശാലും മേഘനാണ് മഞ്ജുവിന്റെ കഴുത്തിൽ താലി കെട്ടുന്നതെങ്കിൽ ആ രംഗത്തിന് സാക്ഷിയാവാൻ ഞാനുണ്ടാവില്ല. കണ്ണേട്ടന്റെ തീരുമാനം അതാണെങ്കിൽ ഒരു കാരണവശാലും കണ്ണേട്ടൻ പോകരുത്. മഹിയും അതിനുവേണ്ടി കണ്ണേട്ടനെ നിർബന്ധിക്കരുത്. എന്തൊക്കെ പറഞ്ഞാലും മഞ്ജു കണ്ണേട്ടന്റെ പെങ്ങളല്ലേ? ആ പെങ്ങൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് മേഘനെ കല്യാണം കഴിക്കരുതെന്നും പറയുന്നത്. അത് കേൾക്കാതെ തന്നിഷ്ടത്തിനാണ് അവളും അവളുടെ അമ്മയും പോകുന്നതെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യം നിങ്ങൾക്കില്ല മഹി. എത്ര പറഞ്ഞാലും ഇയാൾക്ക് മനസ്സിലാവില്ല. നമ്മളിപ്പം ഭയക്കേണ്ടത് നമ്മുടെ ജീവനെ പറ്റിയ മഹി. കരുണയുടെ അച്ഛന് ഒരു കൊലയാളിയുടെ മനസ്സുണ്ടെന്ന് തനിക്ക് നന്നായിട്ടറിയാം. കരുണ മടങ്ങി വീട്ടിലെത്തിയതുകൊണ്ട് ഇനി ഏതൊക്കെ രീതിയിലായിരിക്കും തന്റെ രണ്ടാനച്ഛൻ ചതിക്കുകയെന്ന് പറയാൻ പറ്റില്ല. അതിന് കൂട്ടായിട്ട് എന്റെ അമ്മാവനും അമ്മയും അനിയനും ഒക്കെയുണ്ട്. ഉണ്ണിയും ചെറിയ രീതിയിൽ തലപൊക്കി തുടങ്ങിയതിന് താനും സാക്ഷിയാണല്ലോ. നമ്മൾ സൂക്ഷിച്ചേ പറ്റൂ. അല്ലെങ്കിൽ നമ്മൾ സഞ്ചരിക്കുന്ന കാറിന് പിന്നാലെ വീണ്ടും ടിപ്പർ പാഞ്ഞു വരും. അന്നൊരിക്കൽ വഴിമാറിപ്പോയ അപകടം വീണ്ടും സംഭവിച്ചുകൂടാന്നില്ല. എന്തിനു വേണ്ടിയാ മനുഷ്യൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല. സമ്പത്ത് തന്നെയാണ് ഉന്ന. വീൽചെയറിൽ സഞ്ചരിക്കുന്ന ഒരുത്തന് ഒരിക്കലും ജീവിതം ഉണ്ടാകില്ലെന്ന് കരുതിയവർക്ക് പിഴച്ചുപോയി. കല്യാണം കഴിഞ്ഞപ്പോഴോ കയറി വരുന്ന ഭാര്യ കമലേശ്വരം തറവാട്ടിലെ അടിമയാകുമെന്ന് കരുതി. എന്നാൽ അവിടെ അവർക്ക് തെറ്റി. ഇനിയിപ്പോ സംഭവിച്ചുപോയ പിഴവുകൾ തിരുത്താനുള്ള ശ്രമത്തിലാണ് എല്ലാവരും. അവിടെ എനിക്ക് ഒന്നേ മഹിയോട് പറയാനുള്ളൂ, അവിടെ നമുക്കും പിഴവ് സംഭവിക്കരുത്. ചുറ്റിനുമുള്ളവരുടെ മനസ്സെന്താണെന്ന് അറിഞ്ഞു വേണം നമ്മൾ ജീവിക്കാൻ. അവനോട് പറയാവുന്ന രീതിയിലൊക്കെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞതല്ലേ. വീണ്ടും അവനെന്തിനാ വരുന്നേ? വലിയ കവറും ഒക്കെ ആയിട്ടാണല്ലോ വരുന്നത്.
നിനക്കൊരു പരാതി ഉണ്ടല്ലോ, ഞാനൊന്നും വാങ്ങിത്തരുന്നില്ലെന്ന്. ദാ ഇതിനകത്ത് നിറയെ നിനക്കുള്ളതാ, പിടിക്ക. മുമ്പ് നെക്ലസ് കൊണ്ടുവന്ന പോലെ ഇത് ഏട്ടന്റെ ഏട്ടത്തിന്റെ സഹായമൊന്നുമല്ല, എന്റെ പണം മുടക്കി തന്നെ വാങ്ങിയതാ. വിശ്വസിക്കാമോ? എന്റെ ഏട്ടനും ഏട്ടത്തെയും വരില്ല. അങ്ങനെ വരുവാണെങ്കിൽ നീ ഇനി മടങ്ങി അങ്ങോട്ട് വരണ്ട. അത്ര ആത്മവിശ്വാസത്തോടെ മോൻ പറയുമല്ലേ? വാങ്ങിക്കും മോളെ. അപ്പോ എന്റെ മരുമോൻ നന്നാവാൻ തീരുമാനിച്ചു അല്ലേ? എനിക്ക് നട്ടലുണ്ടോന്ന് ഇവിടെ പലർക്കും സംശയമാണല്ലോ. ആ സംശയം തീർക്കാനാണ് ഇനി എന്റെ ശ്രമം. മോന്റെ ഏട്ടനുമായിട്ട് വഴക്കൊന്നും കൂടരുത്. അതൊക്കെ നീയാണോ തീരുമാനിക്കുന്നത്? ഉണ്ണിക്കുട്ടനെ ഏത് രീതി ജീവിക്കണമെന്ന് ഉണ്ണിക്കുട്ടനെ അറിയാം. അതെ. ആ അവിടെ നിന്റെ ഉപദേശമൊന്നും വേണ്ട. എന്നാ മോനിരിക്കേ. ഡി പോയി കുടിക്കാൻ എടുത്തോണ്ട് വാടി. എനിക്കൊന്നും വേണ്ട. ഇനി ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള സമ്മാനങ്ങൾ നിനക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഒരു വീടെടുത്ത് മാറുന്നതിനെ പറ്റി ഞാൻ സീരിയസ് ആയിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളൊക്കെ കരുതുന്ന പോലെ കമലേശ്വരത്തെ കണ്ണന് മാത്രമല്ല ആസ്തിയുള്ളത്, എനിക്കും ജീവിക്കാനുള്ള ചുറ്റുപാടൊക്കെ ഉണ്ട്. അതുകൊണ്ട് നീ ആരുടെയും പിന്നിലാൻ പോകുന്നില്ല കരണേ. നമുക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങളായിട്ട് സുഖത്തോടെ സന്തോഷത്തോടെ ജീവിക്കും. എന്നാ എന്റെ ഏട്ടനും ഏട്ടത്തിക്കും സമ്പത്ത് എത്ര കുമിഞ്ഞുകൂടിയാലും അതിന് മുകളിൽ വയ്ക്കാൻ അവർക്ക് ഈ ജന്മം ഒരു കുഞ്ഞുണ്ടാവില്ല. ആ ഒരു കുറവുണ്ടല്ലോ, അതവർക്ക് ഒരിക്കലും നികത്താൻ പറ്റില്ല. മോന്റെ ഏട്ടൻ വീടിനകത്തുള്ളവരെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് ആ വൈദ്യരുടെ വീട്ടിലെ കിടന്ന് ചികിത്സിക്കാൻ പോകുന്നുണ്ടല്ലോ. അതുകൊണ്ട് എന്തെങ്കിലും മെച്ചം ഉണ്ടാവൂ? ഒരു മെച്ചം ഉണ്ടാവില്ല. അയാളുടെ ജീവിതം എന്നും വീൽ ചെയറിൽ തന്നെ ആയിരിക്കും. അങ്ങനെയൊന്നും പറയാതെ മോനെ. എന്താടി പറഞ്ഞ? മോനുള്ള കാര്യല്ലേ പറഞ്ഞേ? പിന്നെ അല്ലാതെ ഇനിയിപ്പോ ആയുർവേദം എന്നും പറഞ്ഞു കുറെ പൈസ കളയാം. അല്ല അതുണ്ടല്ലോ ഒരുപാട്, കളയട്ടെ. അമ്മേ, അമ്മയുടെ മരുമോൻ അമ്മയുടെ മൂത്ത മോളെ കല്യാണം കഴിച്ച ശേഷം നിലമർന്ന് ജീവിക്കാം. രക്തബന്ധത്തിൽപ്പെട്ടവരെ പോലും കണ്ടില്ലെന്ന് നടിച്ചിട്ട് അമ്മയുടെ മൂത്ത മോൾക്ക് മാത്രം സ്നേഹം കൊടുക്കുക. അതായിക്കോട്ടെ, ഭാര്യയെ ഭർത്താവ് സ്നേഹിക്കണം. എങ്കിലും കൂടപ്പറപ്പുകളെ ചവിട്ടിത്താഴ്ത്തിട്ട് അതാവരുത്. അവനിപ്പോഴാ അമ്മ ഒരു ആണായത്. അതെ അതെ. ഇനി ഉണ്ണിക്കുട്ടൻ കഴിവ് കെട്ടവനാണെന്ന് ആരും പറഞ്ഞേക്കരുത്. ഇങ്ങനെ സ്വന്തം കാര്യം നോക്കി ഉണ്ണിയേട്ടൻ ജീവിക്കുകയാണെങ്കിൽ എനിക്ക് പിന്നെ പരാതി ഒന്നുമില്ല. ആ വല്യേട്ടന്റെ മുന്നില് എന്റെ ഭർത്താവ് ഒരിക്കലും ചൂളി നിൽക്കാൻ പാടില്ല. എനിക്കത്രേ ഉള്ളൂ. അവൾക്കതങ്ങ് നൊന്തുപോലും. ഇപ്പൊ തന്നെ വിളിച്ചു പറയടേ നിന്റെ മരുമോനോടും മോളോടും ഉണ്ണി ഇങ്ങനെയൊക്കെ വന്ന് പറഞ്ഞത്. അങ്ങനെ മനുഷ്യനെ തമ്മിൽ അടുപ്പിക്കുന്ന സ്വഭാവമൊന്നും എനിക്കില്ല. നീ കൂടുതൽ വർത്താനമൊന്നും പറയണ്ട. ഉണ്ണിമോൻ സംസാരിച്ചിട്ട് പോയതൊക്കെ നീ കേട്ടല്ലോ. നിന്റെ മരുമോൻ മഹാലക്ഷ്മിയെ കൊട്ടാരം കെട്ടി അതിനകത്ത് താമസിപ്പിച്ചാലും ആ കൊട്ടാരത്തിലൊരു രാജകുമാരൻ പിറക്കത്തിലടി. മരണം വരെ നിന്റെ പുന്നാര മോളുടെ കുഞ്ഞിനെ താലോലിക്കാൻ നിനക്ക് ഭാഗ്യം ഉണ്ടാകത്തില്ല.
മോൾക്ക് സന്തോഷായോ? ഇല്ല, ഭയങ്കര ദുഃഖ. എന്താ? മോളെന്താ മോളെ ഇങ്ങനെ? ഞാൻ എത്രയോ തവണ പറഞ്ഞു മോൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ബന്ധമാ കിട്ടിയതെന്ന്. ഉണ്ണിയെപ്പോലെ നല്ലൊരു പയ്യനെ മോൾക്ക് കിട്ടി. ഉണ്ണിയാണെങ്കിൽ കാണാൻ സുന്ദരനും സുമുഖനുമാ. അത് മാത്രല്ല, മോളുടെ വയറ്റിൽ ഇപ്പൊ ഉണ്ണിയുടെ ഒരു കുഞ്ഞുണ്ട്. അങ്ങനെയുള്ളപ്പോ ആ മോനുമായി സന്തോഷത്തോടെ പോവല്ലേ മോളെ വേണ്ടത്? അമ്മ ഇപ്പൊ ആരെങ്കിലും ഇങ്ങോട്ടേക്ക് വിളിച്ചോ? ഞാൻ എന്റെ ഭർത്താവിന്റെ വീട്ടിലോട്ട് പോവാത്തത് ഒരുത്തിയുടെ ദുർമുഖം കാണാതിരിക്കാൻ വേണ്ടി മാത്രം. അവളെ അധിക സമയം കണ്ടോണ്ടിരുന്നാ എനിക്ക് അവളെ കൊല്ലാൻ തോന്നും. മോളെ, ലക്ഷ്മിയെ വെറുക്കുന്നത് അപകടമാ. പ്രത്യേകിച്ച് മോളൊരമ്മയാൻ പോകുന്ന ഈ സാഹചര്യത്തില്. ലക്ഷ്മിയെ സ്നേഹിച്ചു കഴിഞ്ഞ അതിന്റെ ഇരട്ടി സ്നേഹം അവള് മോൾക്ക് തരും. അവളുടെ സ്നേഹം എനിക്ക് വേണ്ട. എന്നെ സ്നേഹിക്കേണ്ട ആളാ ദേ എനിക്കിപ്പോ ഈ വിലപിടിപ്പുള്ള സാധനങ്ങളും ഡ്രസ്സും തന്നിട്ട് പോയത്. നാളെ ഉണ്ണിയേട്ടൻ എനിക്ക് വേണ്ടിട്ട് ഒരു കൊട്ടാരം പണി. അവിടേക്ക് ഞങ്ങൾ മാറി താമസിക്കുകയും ചെയ്യും. അതെ, എന്റെ ഉണ്ണിയേട്ടൻ അത്ര പാപ്പരൊന്നും അല്ല. പിന്നെ സ്വത്തും ബിസിനസ്സും എല്ലാം വീൽ ചെയറിലിരുന്ന് നിരങ്ങുന്ന ഒരാള് അടക്കി പിടിച്ചോണ്ടിരിക്കുക. ഒരു ദിവസം കണക്കെടുപ്പ് നടക്കും. അന്ന് അയാൾക്ക് പലതും വിട്ടുകൊടുക്കേണ്ടി വരും. ഞാൻ അറിഞ്ഞത് സ്വത്തും ബിസിനസ്സും ഒക്കെ കണ്ണന്റെ അമ്മയുടേതാണെന്ന്. അപ്പൊ പിന്നെ അതിലൊക്കെ അവകാശം കണ്ണനായിരിക്കുമല്ലോ. എന്നായിരിക്കും പുന്നാര മോൾ അമ്മയോട് പറഞ്ഞത്. അങ്ങനെയൊക്കെ അവിടെ ചില സംസാരം ഉണ്ട്. ഉണ്ണിയെട്ടും മഞ്ജുനും ഒക്കെ നക്കാപ്പിച്ച മാത്രമേ കിട്ടുള്ളൂ എന്നും സ്വത്ത് മുഴുവൻ വിഴുങ്ങാൻ പോകുന്നത് കണ്ണനാണെന്നും ഒക്കെ. അയാൾക്ക് സ്വത്ത് കിട്ടിയിട്ട് ആർക്ക് എന്താ പ്രയോജനം? നാളെ അത് അനുഭവിക്കാൻ അയാൾക്ക് അവകാശികളുണ്ടോ? ദേ, ഈ ജന്മം അമ്മയുടെ മോളൊരമ്മയാവാൻ പോകുന്നില്ല. അത് അവളെയും അവളുടെ ഭർത്താവിനെയും മര്യാദയ്ക്ക് അമ്മ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക്. എനിക്ക് ഉണ്ണിയേട്ടന് ജനിക്കുന്ന കുഞ്ഞുങ്ങളെ സ്നേഹിച്ച് കാലം കഴിക്കാൻ രണ്ടിനോടും പറ. തോമസ് വൈദ്യന്റെ ചികിത്സ കൊണ്ട് കണ്ണന് മാറ്റം ഉണ്ടാവുന്ന ലക്ഷ്മി പറയുന്നത്. ആ കിളവൻ ചികിത്സിച്ചു കഴിഞ്ഞാലേ ഉറപ്പായിട്ട് മാറ്റം ഉണ്ടാവും അയാൾക്ക്. കണ്ണൻ കാശ് ഒരുപാട് വാരി എറിയും. അതിന്റെ ഗുണം എന്തായാലും ആ വൈദ്യർക്ക് കിട്ടും. അല്ലാതെ ഈ ചികിത്സ കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവാൻ പോകുന്നില്ല. അതെ, ആഗ്രഹങ്ങളൊക്കെ നല്ലതാ. പക്ഷെ അത് അമിതമായി പോയാ ദൈവത്തിന് പോലും ചിലപ്പോ ഇഷ്ടപ്പെട്ടൊന്നും വരില്ല. എന്താ സാർ? ഇങ്ങോട്ട് ഇറങ്ങി വാ. എന്താ സാറേ? എന്താണെന്ന് പറഞ്ഞാലേ നീ ഇറങ്ങത്തുള്ളോ? ഇറങ്ങടാ. താക്കോല് വാങ്ങിക്കടാ. എന്താ സാർ? കൊടുക്ക. കാര്യം ഇങ്ങോട്ട് താടാ താക്കോല്. സർ, ഞാൻ കമലേശ്വരൻ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ സൂപ്പർവൈസറാണ്. അല്ലെന്ന് ഞാൻ പറഞ്ഞോ? നിനക്ക് കൺസ്ട്രക്ഷൻ കമ്പനിക്കൊപ്പം മറ്റെന്തെങ്കിലും പണി കൂടി ഉണ്ടോന്ന് ഞങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്യണം. വേറൊരു പണിയില്ല സർ. വേറെ ഒരു പണിയും ഇല്ലെങ്കിലേ നിന്നെ ഇവിടെ തടഞ്ഞു നിർത്തി എനിക്ക് ഇത്രയൊക്കെ സംസാരിക്കേണ്ട വല്ല കാര്യമുണ്ടോ? നീ ആ വണ്ടിയിലോട്ടൊന്ന് കയറ്. എന്തിനാ സർ? ഒരു തെളിവെടുപ്പ് നടത്താനാടാ. കേറ്. സർ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്യാത്തവരെ ഒന്നും ഞങ്ങൾ ആ വണ്ടിയിൽ കയറ്റിക്കൊണ്ട് പോകാറില്ല. വ്യക്തമായ മെസ്സേജ് കിട്ടിയിട്ടാ ഞങ്ങൾ നിന്റെ പിന്നാലെ വന്നത്.
നീ ഇന്ന് മാർക്കറ്റിൽ പോയപ്പോ മുതല് മഫ്തിയില് പോലീസുകാർ നിന്റെ പിന്നാലെ ഉണ്ട്. അവിടെ ചെന്നിട്ട് പറയാം എന്തിനാണെന്നൊക്കെ. സാർ എനിക്കൊന്ന് ഫോൺ ചെയ്യാം. കേരടാ അങ്ങോട്ട്. സാർ ഞാനൊന്ന് പറഞ്ഞോട്ടെ. കേരടാ വാ നടക്ക്. കേരടാ അങ്ങോട്ട് നടക്കടാ. വാ. സാർ, വന്നേ, കേറ്. സാർ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. കേരടാ അങ്ങോട്ട്. ആ സാർ എന്താ സാർ ഇതൊക്കെ? എനിക്ക് പോണം. വണ്ടി എടുക്ക. ഇറങ്ങി വിടാ. അമ്മേ, എന്താ മോളെ? പോലീസ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അമ്മേ? എനിക്കറിയില്ല മോളെ. മോനെ എന്തു പറ്റിയെന്നൊക്കെ ഉടനെ മനസ്സിലാവും. നിങ്ങൾ ഇവന്റെ അമ്മയാണോ? അതെ. നന്നായി. അമ്മമാര് മക്കളെ ഇങ്ങനെ തന്നെ വളർത്തണം. അതിനിവൻ എന്ത് തെറ്റാ ചെയ്തത് സാറേ? ഇവൻ ചെയ്ത തെറ്റെന്താണെന്ന് ഞങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി തൊണ്ടി മുതൽ കണ്ടെടുക്കാൻ വേണ്ടിയാ ഇവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അയ്യോ എടാ മോനെ, നീ എന്തോ ചെയ്തേ? ചെയ്തത് എന്താണെന്ന് നിങ്ങൾക്കിപ്പോ മനസ്സിലാവും. നീ ഇവന്റെ പെങ്ങളാണോ വെച്ചേ? അതെ. ആ, വലിയ കുടുംബമാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇവന്റെ കയ്യിലിരിപ്പേ മഹാമോശമാ. നടക്കണ അങ്ങോട്ട്. അയ്യോ ഉണ്ണി, മോനെ നീ എന്താ ചെയ്തേ? അയ്യോ എങ്ങോട്ടാ കൊണ്ടുപോന്നെ? ആരും കൂടെ വരണ്ട. ഇവന്റെ മുറി ഞങ്ങൾക്കൊന്ന് സെർച്ച് ചെയ്യണം. നടക്കടാ. ഉണ്ണി, അയ്യോ എന്താ അമ്മ ഇതൊക്കെ? എന്താന്ന് എന്നോട് ചോദിച്ചാ ഞാൻ എങ്ങനെ അറിയാനാ? അവൻ എന്തോ കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട്. കണ്ണേട്ടനും ഉണ്ണിയേട്ടനും തമ്മിൽ വഴക്കായിരുന്നല്ലോ. അതിന് അയാള് പ്രതികാരം ചെയ്തതായിരിക്കോ? അതാവാനും വഴിയുണ്ട്. അയ്യോ ചിലപ്പോ എന്റെ കുഞ്ഞിനെ അവൻ കള്ളക്കേസിൽ കുടിക്കിയതായിരിക്കും. അയ്യോ ഇനി അവന്റെ മുറിക്കകത്ത് എന്താ മോളെ? ഇതാണോടാ? എവിടെയാടാ കള്ളപ്പണം ഒളിപ്പിച്ചിരിക്കുന്നത്? ഇനി നീ ഇവിടെ നിന്ന് എന്തെങ്കിലും ജാലവിദ്യ കാണിച്ചാൽ നിന്റെ വീട്ടുകാരുടെ മുമ്പിൽ വെച്ച് ഞങ്ങൾക്ക് നിന്നെ കൈകാര്യം ചെയ്യേണ്ടി വരും. അത് ഒഴിവാക്കുന്നതാ നല്ലത്. ഇതിനകത്ത് തന്നെ തൊണ്ടി മുതൽ ഉണ്ടെന്നറിയാം. പിന്നെ അതില്ലാന്നൊന്നും പറയരുത്. പറയടാ, അതെവിടെയാ വച്ചിരിക്കുന്നത്? എടുക്കത്, എടുക്കടാ.